ഹായ് ഫ്രണ്ട്സ്, എവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടുന്നത് കലേഡിയം ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പോൾ ഇതിന് ലവ് കലേഡിയം എന്നും പറയാറുണ്ട്. അപ്പോൾ ലീഫുകൾ ലവ് ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ലവ് കലേഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും ഇതിൻ്റെ പരിചരണവും വളപ്രയോഗവും മറ്റു കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കണ്ട് മനസ്സിലാക്കിയ നല്ല രീതിയിൽ നമുക്കത് സംരക്ഷിച്ചെടുക്കാം. നമുക്കൊരു ഭംഗിയുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു കത്തി ആവശ്യമുണ്ട്, ഒരു ചെടിച്ചട്ടി, അതുപോലെ ഒരു നെറ്റ് അല്ലെങ്കിൽ ഓട് കഷ്ണം. നമ്മുടെ ഈ ഹോളുകൾ അടച്ചെടുക്കുന്നതിലേക്ക് വേണ്ടിയാണ്, ഇപ്പോൾ നീർവാർച്ച ഉണ്ടാകുന്നതിലേക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ പോട്ടിംഗ് മിക്സർ. അപ്പോൾ ഞാൻ ഈ പോട്ടിംഗ് മിക്സറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇലപ്പൊടിയാണ്. ഇലപ്പൊടിയും കുറച്ച് ചാണകപ്പൊടി, മണൽ, ഇത്രയുമാണ് ഇതിൽ മിക്സറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി തൈ എടുക്കുന്നത് എങ്ങനെയാണെന്നും അത് നടുന്നതും പരിപാലിക്കുന്നത് എങ്ങനെയാണെന്നും നോക്കാം. ഇതിൽ നിന്നാണ് ഒരു തൈ ഞാൻ എടുക്കുന്നത്. ഇതിനു മുമ്പ് ഇതിന് തൈകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കുഞ്ഞു തൈ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനെ എടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് കത്തിയുടെ ഒന്നും ആവശ്യമില്ല, എന്നാലും വേണമെങ്കിൽ കത്തി കൊണ്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഇത് സെപ്പറേറ്റായി കിട്ടും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പതിയെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിനടിയിൽ നിന്ന് ശലം കട്ടായി പോയിട്ടുണ്ട്. പക്ഷേ അതെന്നാലും ഭംഗിയായിട്ട് വളർന്നു വരും. ഇനി ഇതിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സാഫ് ഒന്ന് പുരട്ടി കൊടുക്കാം. അതിൻ്റെ മുറിവിൽ നമ്മൾ സാപ്പ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ നെറ്റ് വയ്ക്കാം. നെറ്റ് വെച്ച് കഴിഞ്ഞാൽ നീർവാർച്ച ഉണ്ടാകും. ചെറിയ ചട്ടി ആയതുകൊണ്ട് കൂടുതൽ ഓട് കഷ്ണം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നെറ്റ് ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം വാർന്ന് പോവുകയും ചെയ്യും, മണ്ണ് ഇതിനകത്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഒരു ശകലം മിക്സർ ഇട്ടതിന് ശേഷം ഈ ചെടി നല്ല രീതിയിൽ നമുക്ക് എങ്ങനെയാണോ സ്ട്രെയിറ്റായിട്ട് വയ്ക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് വളർന്നു വരും. നിവർന്ന് നിൽക്കത്തക്ക രീതിയിൽ ഒരു ശകലം കൂടെ ഇട്ട് നിവർത്തി വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് മഴക്കാലങ്ങളിൽ നമ്മൾ സാഫ് ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ചീയൽ ഉണ്ടാവാതിരിക്കും, മൂട് ചീഞ്ഞു പോകാതിരിക്കാനും ഇലകളിൽ ഫംഗസ് വന്ന് പറ്റി പിടിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടാവാതിരിക്കുന്നതിലേക്ക് വേണ്ടി സാഫ് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ഗ്രാം എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അത് തെളിഞ്ഞ് വരുമ്പോൾ അതിനെ സ്പ്രേയറിൽ, അതായത് തെളി മാത്രം സ്പ്രേയറിലെടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 ആഴ്ചയിലൊരു പ്രാവശ്യം നമ്മൾ ഒരു രാസവള പ്രയോഗം ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു 2 മണി അല്ലെങ്കിൽ 3 മണി ഫാക്ടംബോസ് ഒന്നിട്ട് കൊടുക്കുക. ഒരു മാസത്തിലൊരു പ്രാവശ്യം ചാണകത്തിൻ്റെ തെളി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടത് നല്ല ബുഷിയായിട്ട് വളർന്നു വരും. ഇത് വീടിനകത്ത് നമ്മൾ ടേബിളിലോ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോ നമുക്ക് ഭംഗിയായിട്ട് ഇതിനെ സെറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ഒരു ചെറിയ ബ്രേക്ക് നമുക്ക്. ഓക്കെ, താങ്ക് യു.